ിന്റെ 1564 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ മുഹമ്മദ് അൻസാർ സാറാണ്. ചീഫ് ഫിസിഷ്യൻ, ഹോമിയോ മെഡിക്കൽ ട്രസ്റ്റ്, പെരിഞ്ഞനം, തൃശൂർ. ഹൃദ്രോഗ ചികിത്സയിലെ അഗ്രഗണ്യൻ. വിവിധ സംഘടനകളിൽ ധാരാളം തുടർ വിദ്യാഭ്യാസ ക്ലാസുകൾ എടുത്തിട്ടുള്ള വ്യക്തിത്വം. വിവിധ മാധ്യമങ്ങളിൽ നിരന്തരം പരിപാടികളും ലേഖനങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട്. ISJയുടെ തൃശൂർ ജില്ലാ സെക്രട്ടറി, ക്യുഫ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി എന്നീ നിലകളിൽ പലതവണ വെട്ടിത്തിളങ്ങിയ നേതാവ്. 2015 സ്വാമി ആദരദാസ് അവാർഡ് ജേതാവ്. ജന്മനായുള്ള ഹൃദ്രോഗ ചികിത്സ ഹോമിയോപ്പതിയിലൂടെ എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് ഡോക്ടർ മുഹമ്മദ് അൻസാർ സാറിനെ ആദരപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വ്യത്യസ്തമായ ഒരു രോഗാവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓഡിബിൾ ആണല്ലോ അല്ലേ? അതെ അതെ. ഇതില് പ്രധാനമായും ജന്മന ഉള്ള ഹൃദ്രോഗങ്ങൾ, അതിൽ പ്രധാനപ്പെട്ടത് PDA, PST, AST എന്നിങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ധാരാളം കണ്ടുവരുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്, ഒരു ഡിസീസാണ് ഈ പറഞ്ഞത്. അപ്പം അതിന് നമുക്ക് ഹോമിയോപ്പതി എത്രമാത്രം ഇഫക്റ്റീവ് ആണ് എന്നതിനെ കുറിച്ച് ഒരു രണ്ട് കേസ് മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. അതിന് ഞാൻ ഉപയോഗിച്ച മെഡിസിൻസും പറയുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഉള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാനത് മറുപടി തരാം. അതാണ് ഉദ്ദേശിക്കുന്നത്. കൂടാതെ ഞാൻ ചികിത്സിച്ച ഒരു പേഷ്യൻറ്റിൻ്റെ അച്ഛൻ ഇന്ന് നമ്മുടെ മീറ്റിങ്ങിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മിസ്റ്റർ ശരത് R എന്ന് പറയും. അദ്ദേഹം ഇതിലുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അദ്ദേഹം വരും. എനിവേ, അദ്ദേഹത്തിൻ്റെ അനുഭവം എന്താണെന്ന് നിങ്ങൾക്ക് നേരിട്ട് തന്നെ അദ്ദേഹത്തോട് ചോദിക്കാം. ഇതിൽ PDA എന്ന് പറയുന്നത് പാറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസ്, സാധാരണ ഏറ്റവും കുറവ് ക്യൂർ റേറ്റ് മെഡിസിനൽ അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്താൽ കിട്ടുന്ന ഒരു രോഗാവസ്ഥയാണ് PDA. ഈ PDAയിൽ നമുക്ക് അലോപ്പതിക് കൺസെപ്റ്റിൽ അത് പലപ്പോഴും സർജറി മാത്രമാണ് പറയുന്നത്. PDA വരുമ്പോൾ സാധാരണ 1 മില്ലിമീറ്ററിൽ താഴെയാണ് സാധാരണ PDA ഉണ്ടാവുക. പക്ഷെ ഇത് പലപ്പോഴും 1 മില്ലിമീറ്ററിനേക്കാളും കൂടുതൽ അളവിൽ PDA കാണുന്നു. സാധാരണ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അത് നമുക്ക് ആർക്ക് വേണമെങ്കിൽ റെഫർ ചെയ്താൽ കിട്ടുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നത് മാത്രം. ഡക്ടസ് ആർട്ടീരിയോസിസ് ഈസ് എ ബ്ലഡ് വെസൽ ദാറ്റ് അലൗസ് ബ്ലഡ് ടു ബൈപാസ് ദ ലങ്സ് ഇൻ എ ബേബി ബിഫോർ ബർത്ത്. അതായത് നമുക്കറിയാം, ബർത്തിൽ ബേബിയുടെ ലങ്സ് സാധാരണഗതിയിൽ ആക്റ്റീവ് അല്ല. മദറിൻ്റെ ബ്ലഡാണ് യൂസ് ചെയ്യുന്നത്, എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു ബൈപ്പാസ് സംവിധാനമാണ് ഡക്ടസ് ആർട്ടീരിയോസ്. ബേബി റിസീവ്സ് ഓക്സിജൻ ഫ്രം ദ പ്ലസൻഡ. ആഫ്റ്റർ ബർത്ത് ബേബി ടേക്സ് ഇറ്റ്സ് ഫസ്റ്റ് ബ്രെത്ത്, ദെൻ യൂഷ്വലി ക്ലോസസ് ദ ഡക്ടസ് ആർട്ടീരിയോസ്. ഡക്ടസ് ആർട്ടീരിയോസിസ് ഫസ്റ്റ് ബ്രെത്ത് എടുക്കുന്ന അതേ മൂവ്മെന്റിൽ തന്നെ സാധാരണഗതിയിൽ ക്ലോസ് ആയിപ്പോണം. പക്ഷേ ഇഫ് ദ ഡക്ടസ് ആർട്ടീരിയോസിസ് ഡസൻ ക്ലോസ്, ഇറ്റ് ഈസ് കോൾഡ് PDA. ഈ PDA വന്നു കഴിഞ്ഞാൽ സാധാരണ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്നത് വിതിൻ 2 years സർജറി ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഫർദർ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനായിട്ട് ഒരു സർജിക്കൽ ഇൻ്റർവെൻഷനാണ് എപ്പോഴും നല്ലത് എന്നത് അവർ ഇൻസിസ്റ്റ് ചെയ്യുന്നു. കാരണം ഇതിൻ്റെ ആ കുട്ടിയിൽ പിന്നീട് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്. സാധാരണ PDA
കൊണ്ടുണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ. PDA can causes extra blood flow to the lungs, which will be hardened to the babies എന്നാണ് പറയുന്നത്. അതായത് എക്സസ് ബ്ലഡ് ഫ്ലോ ലങ്സിലേക്ക് ഉണ്ടാവാനുള്ള, അതായത് നേരത്തെ പറഞ്ഞല്ലോ ഒരു ബൈപ്പാസ് ഇതാണെന്ന്. അപ്പൊ സാധാരണഗതിയിൽ നിന്ന് കൂടുതൽ ഒരു ബ്ലഡ് ഫ്ലോ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ട്രീറ്റ്മെന്റ് പറയുന്നത് മൈൽഡ് കേസസ് നോട്ട് റിക്വയർ ട്രീറ്റ്മെന്റ് ബട്ട് സം മേ നീഡ് സർജറി ഓർ കാത്തറ്ററൈസേഷൻ എന്ന് പറയുന്നത്. അതായത് എപ്പോഴും മൈൽഡ് കേസ് എന്ന് പറയുമ്പോൾ ബിലോ 1 mm താഴെ വരികയും വിതിൻ 3 months ഓർ 6 months അത് ക്ലോസ് ചെയ്യുകയും, നോർമൽ കേസിൽ 24 hours ഇത് ക്ലോസ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. കോംപ്ലിക്കേഷൻസ് പറയുമ്പോൾ ബാക്ടീരിയൽ എൻഡോകാർഡൈറ്റിസ്, കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ആൻഡ് പൾമണറി വാസ്കുലർ ഒബ്സ്ട്രക്റ്റീവ് ഡിസീസ്. റിസ്ക് ഫാക്ടേഴ്സ് പറയുന്നത് ട്വൈസ് ആസ് കോമൺ ഇൻ ഗേൾസ് ആസ് ഇൻ ബോയ്സ് എന്ന് പറയുന്നത്. പെൺകുട്ടികളിലാണ് കൂടുതൽ കണ്ടുവരുന്നത്. അത് കൂടാതെ പ്രിമച്വർ ബേബീസിൽ കൂടുതൽ കാണുന്നു, എസ്പെഷ്യലി ഇഫ് ദേ ഹാവ് ലങ് ഡിസീസ്. അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ പറയുന്നത്. ഇത് ഏതൊക്കെ ഘട്ടത്തിലാണ് വരുന്നതെന്ന് പറയുമ്പോൾ ജനറ്റിക് ഡിസോർഡേഴ്സ് ഓർ ഫാമിലി ഹിസ്റ്ററി ഓഫ് ദ കണ്ടീഷൻ, റൂബല്ല ഡ്യൂറിങ് പ്രഗ്നൻസി മേ ലീഡ് PDA. ഇത് സാധാരണ പലരും ഇഗ്നോർ ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം റുബല്ല വന്ന പ്രഗ്നൻസിയിൽ വരുമ്പോൾ പലപ്പോഴും അറിയാതെ പോവുക, അല്ലെങ്കിൽ ശരിയായ ചികിത്സ കിട്ടാതെ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു പ്രത്യേകിച്ച് ഈ പബ്ലിക് ഹെൽത്ത് ബില്ല് വന്നപ്പോൾ ഒരു രീതി ഇന്ന് ഡോക്ടർമാര് വൈറൽ ഡിസീസിനൊക്കെ പറയുന്നുണ്ട്. പലപ്പോഴും അലർജിക്കാണ്, പലപ്പോഴും അതൊരു അതിന്റെ ആ ഡിസീസിന്റെ പേരേ പറയുന്നില്ല. മാത്രമല്ല അതുകൊണ്ടാണ് ഇപ്പൊ മംസ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ മംസ് എന്നല്ല ഇപ്പൊ പറയുന്നത്. ഇപ്പൊ പറയുന്ന അലർജി അല്ലെങ്കിൽ തൊണ്ടയിൽ നീർക്കെട്ടാണെന്നൊക്കെയാണ് പറയുന്നത്. അല്ലാണ്ട് മംസ് എന്ന് ആരോടും പറയുന്നില്ല, അത് പകരുമെന്നും പറയുന്നില്ല. അതുപോലത്തെ ഒരു രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അത് പ്രഗ്നൻസിയിലൊക്കെ ഉണ്ടാകുമ്പോൾ, അതായത് ഇപ്പൊ റൂബല്ല പ്രത്യേകിച്ച് ജർമ്മൻ മീസിൽസ് വരുമ്പോൾ അത് പിന്നീട് ബേബിക്ക് PDA ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടാവും. ഒരു 12 മുതൽ 24 മണിക്കൂറിനുള്ളിൽ സാധാരണഗതിയിൽ ഇത് ക്ലോസ് ചെയ്ത് പോകണം. ഇതിലിപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു PDA കേസ് എൻ്റെ അടുത്ത് ഒരു 10/2/2024 വന്ന കേസാണ്. അതായത് നമ്മുടെ ഒരു ഡോക്ടർ തസ്നീം തിരുവനന്തപുരത്ത് നേമം കോളേജിൽ പഠിപ്പിക്കുന്നു. അവര് എനിക്ക് റെഫർ ചെയ്താണ്. തിരുവനന്തപുരത്തുള്ളതാണ് ഈ പേഷ്യന്റ്, 3 വയസ്സുള്ള പെൺകുട്ടി. അതിന്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പേഷ്യന്റിനെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല, ഈവൻ വീഡിയോ കോളിൽ പോലും കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഈ കുട്ടിയുടെ ഫാദറാണ് എന്നെ വിളിച്ച് വിവരങ്ങൾ പറഞ്ഞത്. അപ്പോൾ ആ വിവരങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു 6 months ട്രീറ്റ്മെന്റ് കൊടുക്കുകയുണ്ടായി. ഈ 6 months ട്രീറ്റ്മെന്റ് കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിലെ ഇനീഷ്യൽ ടൈമിൽ ഉണ്ടായിരുന്ന എക്കോ എന്ന് പറഞ്ഞാൽ PDA 1.8 mm ആയിരുന്നു. ലെഫ്റ്റ് ടു റൈറ്റ് ഗുഡ് LV ആൻഡ് റൈറ്റ് വെൻട്രിക്കുലർ ഫംഗ്ഷൻ, ബോഡി വെയിറ്റ് 11 kg. പൊതുവെ ഇത്തരം കുട്ടികൾക്ക് എപ്പോഴും ബോഡി വെയിറ്റ് കുറവായിരിക്കും. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ നോട്ട് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അവരോട് ചോദിച്ചറിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ചാൽ, അത് കൊച്ചിന്റെ ഫാദർ പറഞ്ഞത് എന്താ വെച്ചാൽ, കുട്ടി വളരെ ആക്റ്റീവാണ്, ഒരു നിമിഷം പോലും അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന പ്രകൃതക്കാരിയല്ല. അപ്പോൾ ഇതിൽ നിന്നും സിംറ്റംസ് ഞാൻ പലപ്പോഴും ഒരുപാട് സിംറ്റംസ് നിന്നല്ല ഒരു മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. പലപ്പോഴും ഒരു സിംഗിൾ സിംറ്റം ആയിരിക്കാം എനിക്കൊരു മെഡിസിനിലേക്ക് പോകാനുള്ള വഴി പറഞ്ഞു തരുന്നത്. അത്തരം ഒരു രീതിയിൽ ഞാൻ ഇതിനൊരു മെഡിസിൻ കൊടുക്കുകയും അങ്ങനെ അത് തന്നെ 6 months റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഏറെക്കുറെ ഇദ്ദേഹം വളരെ ആങ്ഷ്യസ് ആയിരുന്നു, വളരെ ഫിയർഫുള്ളും ആയിരുന്നു. കാരണം ഹോമിയോപ്പതി കൊണ്ട് ശരിയാവുമോ എന്നുള്ളത്. അത് മാത്രമല്ല, അവർക്ക് സർജറിക്ക് വേണ്ടിയിട്ട് അവരെ എനിക്ക് തോന്നുന്നു ചിത്രയെന്നാന്ന് തോന്നുന്നു
അവിടെ ഇവര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം എന്നുള്ളത് കൊണ്ട് അവർ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ കൂട്ടത്തില് ഈ 6 months ആയ സമയത്ത് PRO വിളിച്ചിട്ട് ഇദ്ദേഹത്തെ വളരെയധികം ഇതായിട്ട് സംസാരിച്ചു. നിങ്ങൾക്ക് കൊച്ചിന്റെ കാര്യത്തിലൊരു ഇതില്ലേ, ഉത്തരവാദിത്വം ഇല്ലേ എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു എന്നാ പറയുന്നത്. എനിവേ അവര് പോയി 6 months ആയപ്പോൾ അവർ പോയി ആ ട്രീറ്റ്മെന്റ് ഇത് എടുത്തു, ചെക്കപ്പ് നടത്തി, കാർഡിയോളജിസ്റ്റിനെ കണ്ടു, ചെക്കപ്പ് നടത്തിയ കൂട്ടത്തിൽ കാർഡിയോളജിസ്റ്റ് തന്നെ അത്ഭുതപ്പെട്ടു പോയി എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ അത്രയും സമയം അത് കൃത്യമായി അളവ് എടുക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ വളരെ സ്മോൾ ആയിട്ടുള്ള ഒരു PD ആയിട്ട് മാറിയിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ ആ ഒരു അത്ഭുതം കേട്ടിട്ട് അദ്ദേഹം എന്നെ വിളിച്ചു, വിവരങ്ങൾ പറഞ്ഞു. ഇപ്പൊ സർജറിയുടെ ആവശ്യമില്ല, നിങ്ങൾ 1 year കഴിഞ്ഞിട്ട് വരൂ, 1 year കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കിയിട്ട് എന്ത് വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ ഈ കൊച്ചിന് കൊടുത്ത മെഡിസിൻ പ്രധാനമായും ടാരൻഡുല 30 ആണ്. ടാരൻഡുല 30 TDS അത് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തു എന്നുള്ളതാണ്. 6 months ഒരേ രീതിയിൽ തന്നെ കൊടുത്തു. ടാരൻഡുല 30 ഹിസ്പാനിക്ക. ടാരൻഡുല നമുക്കറിയാം, സാധാരണ ടാരൻഡുല എന്ന് പറയുമ്പോൾ മണ്ണ് വാരി തിന്നുന്ന കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ള ഒരു ഇതാണ്. പക്ഷെ ടാരൻഡുല ഈ ടാക്കിക്കാർഡിയക്ക് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഡിസിനാണ്, ടാക്കിക്കാർഡിയ വരുന്ന സമയത്ത്. പിന്നെ ഞാനിപ്പോൾ മനസ്സിലാക്കിയത് ഈ ഒരു കൊച്ചിന് മാത്രമല്ല, ഒരു 5-8 കേസ് ഏകദേശം ഈ ടാരൻഡുലയിൽ തന്നെ ക്യൂറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടാരൻഡുല നല്ലൊരു ആക്ഷൻ ഈ ഒരു ഫീൽഡിൽ, അതായത് PDA, VSD, ASD എന്നീ കണ്ടീഷൻസിൽ ടാരൻഡുലയ്ക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നു എന്നുള്ളതാണ് എനിക്കിതിൽ നിന്നും മനസ്സിലായത്. അധികം ഇത് ഞാനൊരു പേപ്പറായിട്ട് പ്രസന്റ് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. എനിവേ കുറച്ചും കൂടി കേസുകൾ ഞാൻ നോക്കട്ടെ. കാരണം അതിനേക്കാൾ വളരെ അത്ഭുതാവഹമായ ഒരു കേസ് വേറെ ഉണ്ട്, അത് ഞാൻ പറയാം. എനിവേ ഡോസ് എങ്ങനെയായിരുന്നു സാറേ, അതോടെ പറഞ്ഞു. ഡോസ് 30 3 നേരം തുടർച്ചയായിട്ട് കൊടുത്തായിരുന്നു. അല്ലാണ്ട് 30 ഒരു ഡോസ് കൊടുത്തിട്ട് 30 ദിവസം കഴിഞ്ഞ് ഒരു ഡോസ് കൊടുക്കുകയല്ല. അങ്ങനെ പറ്റുമായിരിക്കും, പക്ഷെ എൻ്റെ മെത്തേഡ് ഇതായതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു, അത്രയേ ഉള്ളൂ. ഇതില് ഞാനൊന്ന് ചോദിക്കാം, മിസ്റ്റർ ശരത്ത് ഇതിലുണ്ടോ? ഉണ്ട്, ശരത്തുണ്ട്. ഹോസ്റ്റ് ആണ്, അൺമ്യൂട്ട് ചെയ്യാം. ശരത്തുണ്ട്. ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് സംസാരിക്കാൻ പറയൂ. സാറേ കേൾക്കുന്നുണ്ടോ സാറേ? യെസ്. പറയൂ മോളെ, ഞാൻ ഇപ്പോഴാ കണ്ടേ. അതെ, മോളും അച്ഛനും ഇതാണ്. എന്റെ ദൈവമാണ്, അത് പറയാതിരിക്കാൻ വയ്യ. നമ്മൾ കേട്ടോണ്ടിരിക്കുമ്പോഴത്തേക്കും കരഞ്ഞോണ്ടിരിക്കുകയാണ്. ശരിക്കും ഒരു ദൈവത്തിനെ കാണാൻ വേണ്ടി വന്നിട്ടില്ല, അതിനുള്ള സാഹചര്യം ഒത്തു വരുന്നേ ഉള്ളൂ. ഞാൻ ഉറപ്പായിട്ടും വരും. ഞാൻ അന്നും വിളിച്ച് കരഞ്ഞതുപോലെ തന്നെയാണ്. ഡോക്ടർ ഓരോ വാക്ക് പറയുമ്പോഴത്തേക്കും ശരിക്കും കണ്ണീര് വരെയാണ്. എനിക്കൊരു ദൈവദൂതൻ എന്നുള്ളത് തസ്നി മേഡമാണ്. ശരിക്കും ഈ അസുഖത്തിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ആദ്യം മെഡിക്കൽ കോളേജ് SIT കൊണ്ടുപോയിരുന്നു. അവിടെ നിന്ന് ഈ അസുഖം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ വൈഫ് കരഞ്ഞുകൊണ്ട് പോയപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു കുഞ്ഞ് ജനിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു അച്ഛനും അമ്മയും ജനിക്കുന്നത് അന്ന് തന്നെയാണ്. ഞാനും ഇതിനു ആദ്യമായിട്ടൊരു പേരന്റിങ് ഏറ്റെടുക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു വിഷയം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുകയും അതിന് കൂടുതൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യുകയും യാദൃശ്ചികമായിട്ട് പൊടി അലർജിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ഡോക്ടർ കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് കേട്ടോണ്ടിരിക്കുന്നു. സന്തോഷം. ഞാൻ യാദൃശ്യമായിട്ട് ഇവിടെ മെഡിക്കൽ കോളേജിലുള്ള നമ്മുടെ നേമത്താണ്, ട്രിവാൻഡ്രം ലൊക്കേഷനാണ്. നേമത്തുള്ള മെഡിക്കൽ കോളേജിൽ പോവുകയും തസ്നി മേഡത്തിനെ പരിചയപ്പെടുകയും അദ്ദേഹത്തിലൂടെ അൻസാർ എന്നുള്ള ഡോക്ടർ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ഹോമിയോ എന്നുള്ളത് വളരെ ഇമ്പാക്റ്റ് ആയിട്ടുള്ളൊരു സംഭവം ആണെന്നുള്ളത് എൻ്റെ ജീവിതത്തിനെ മാറ്റിമറിക്കുന്നുള്ളതിനെ കുറിച്ച് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു റെമഡി ആവും എന്ന് പറഞ്ഞു ഒട്ടും പ്രതീക്ഷിച്ചില്ല ഡോക്ടർ. അത് സത്യമാണ്. ശരിക്കും ഇത് അതൊന്നും അറിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഈ നിമിഷം എൻ്റെ കുഞ്ഞിന് എൻ്റെ ദേഹത്ത്, അവളുടെ ദേഹത്ത് ഒരു പോറൽ ഉണ്ടാവേണ്ട, മീൻസ് ഒരു സർജറിക്ക് കഴിഞ്ഞിരിക്കേണ്ട ഒരു കുഞ്ഞാണ് അവള്. അത് പറയാതിരിക്കാൻ വേണ്ടി വയ്യ. 3 മാസം ഡോക്ടർ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു, എക്കോ എടുക്കാൻ വേണ്ടി പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഞാനും മടിച്ചു. ഡോക്ടർ എക്കോ എടുക്കാൻ വേണ്ടി പറയുന്നില്ലല്ലോ. പക്ഷെ വൈഫ് പറഞ്ഞു അത് ഡോക്ടറാണ്, അത് പറയുന്ന പോലെ കേക്ക്. ഞാനും വീണ്ടും ഡോക്ടർ ഓരോ മാസം പറയുമ്പോഴത്തേക്കും ചെയ്തു.
6-ാം മാസം അവർ നിർബന്ധിച്ച് സർജറി ചെയ്യണം, നിങ്ങളെ കുഞ്ഞിന്റെ കാര്യം ഉത്തരവാദിത്വം എടുക്കുന്നില്ലയോ എന്ന് ചോദിച്ച് പേടിപ്പിച്ച് കുഞ്ഞിനെ കൊണ്ട് സർജറി, അന്ന് എനിക്ക് കോയമ്പത്തൂര് യാത്ര പോകേണ്ട സാഹചര്യം എല്ലാം ക്യാൻസൽ ചെയ്ത് കൊണ്ടുപോയി കുഞ്ഞിനെ സർജറിക്ക് വിധേയമാക്കാൻ വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിൽ വേണ്ടിയിട്ട് ഒരു പ്രീ ചെക്ക് ഉണ്ട്. അതിനുവേണ്ടി കൊണ്ടുപോകുന്നതിന് മുമ്പ് എക്കോയുടെ ടെസ്റ്റ് എടുത്ത റിസൾട്ട് കാണിക്കുന്നു. എൻ്റെ വൈഫ് കരഞ്ഞുകൊണ്ട് വെളിയിൽ ഇറങ്ങി വരികയാണ്. അപ്പോഴും എനിക്ക് വിശ്വാസമായിട്ടില്ല എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഉറപ്പാണ് ഓപ്പറേഷൻ നടത്തുന്നതിന് മുന്നോട്ട് മുമ്പേ അവളെ റൂം ബുക്ക് ചെയ്യുന്നതിന് വേണ്ടി കരഞ്ഞുകൊണ്ട് വന്നതാണ് വിചാരിച്ചത്. അൻസാർ ഡോക്ടറിനെ പെട്ടെന്ന് വിളിക്കുകയും പെട്ടെന്ന് ഡോക്ടറിനെ വിളിച്ച് നന്ദി പറ, അവൾക്കും സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഹോസ്പിറ്റലിൽ പെടുന്ന കുഞ്ഞിനെ കെട്ടിപ്പിടിക്കണോ, വൈഫിനെ കെട്ടിപ്പിടിക്കണോ, ഡോക്ടറിന്റെ കാലിൽ വീഴണോ, ഒന്നും അറിയാൻ പാടില്ല. സംഭവിച്ചത് ഒരു മിറാക്കിളായിരുന്നു. കുഞ്ഞിന് അസുഖം 1 വർഷം കഴിഞ്ഞ ശേഷം മാത്രം കൊണ്ടുവന്ന, അതും സർജറി അല്ല. ഇനി സർജറി എന്നുള്ള വാക്ക് അവർ ഉപയോഗിക്കുന്നത് എങ്ങനെ സംഭവിച്ചു അവർ ചോദിക്കുകയാണ്. വൈഫ് അന്ന് ഹോമിയോയിൽ നിന്നാണെന്നുള്ളത് അവൾക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അവൾക്ക് എന്താണ് സംഭവിച്ചെന്നുള്ളത് അവർ റിയലൈസ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അവളത് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു എല്ലാം സമാധാനമായിട്ട് പറയാം എന്ന് പറഞ്ഞ് ഞാൻ അന്ന്, ഡോക്ടറിന് ഓർമ്മ ഉണ്ടോ ഞാൻ അന്ന് ഡോക്ടറിനെ വിളിച്ചത്? ഓർക്കുണ്ട്. ഞാൻ വളരെ വികാര നിർഭരായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു. ഡോക്ടറെ വിളിച്ച് ഞാൻ പറഞ്ഞു ഒരു നിമിഷമെങ്കിലും ഞാൻ ഡോക്ടറിനെ കാരണം നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. സ്വാഭാവികമായിട്ടും ഒരു ഔട്ട്സൈഡിൽ നിന്ന് ഒരു യൂട്യൂബിലൂടെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു തേർഡ് പാർട്ടി മീഡിയേറ്റിലൂടെ ഡോക്ടറിനെ പരിചയപ്പെട്ടതാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഒരു വിശ്വാസത കൈവരുന്നാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു സിറ്റുവേഷൻ തരണം ചെയ്യണം എന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഡോക്ടറെ. താങ്ക്സ് ലോട്ട്. ഞാൻ ഡോക്ടറിനെ പ്രത്യേകിച്ച് ഞാൻ കാണാൻ വേണ്ടി വരുന്നുണ്ട്. ഞാൻ ഉറപ്പായിട്ടും ഞാൻ വരും. ഞാൻ ജോലി സംബന്ധമായിട്ടുള്ള കുറച്ച് തിരക്കിലായി പോയത് കൊണ്ടാണ്. ഒരിക്കലും ഞാനത് നിന്ദിക്കുന്ന പോലെയാണത് കാണാൻ ഇത്രത്തോളം വൈകുന്നത്. അത് വളരെ മോശമാണ്. ഞാൻ ഉറപ്പായിട്ടും ഞാൻ ഡോക്ടർ വരും. ഇന്നല്ലെങ്കിൽ അടുത്ത ഞായറാഴ്ചയെങ്കിലും ഞാൻ അവിടെ വരാൻ വേണ്ടി ഇരിക്കുകയാണ് ഡോക്ടറെ. ഫാമിലി ആയിട്ട് വരും. ഡോക്ടറിനെ കാണണം എനിക്ക്. താങ്ക് യു സോ മച്ച്. പിന്നെ കുഞ്ഞിന് ഒരുപാട് മാറ്റമുണ്ട്. അവള് ഒരു ഹൈപ്പർ ആക്റ്റീവിന്റെ ഒരു സെക്ഷനിലൊക്കെ ആയിരുന്നു. ഡോക്ടർ വിളിച്ച് ചോദിക്കുമ്പോഴത്തേക്കും ബോഡി വെയിറ്റ് ഇതായിരിക്കുന്നു. അപ്പൊ ബോഡി വെയിറ്റും കാര്യങ്ങളെല്ലാം കുറച്ച് ഇമ്പ്രൂവ് ആയി വരുന്നേ ഉള്ളൂ. പക്ഷേ അതിനുശേഷം ഒരു ഫിക്സ് വന്നിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലില്. ആദ്യ സമയത്ത് ഫിക്സ് വരുന്നത് കൊണ്ടുപോയ സമയത്താണ് ഈ ഇഷ്യൂ ഉണ്ടായത്. അന്ന് ഒരുപാട് ഈ ശ്വാസകോശ സംബന്ധമായിട്ട് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ രണ്ടാമത് ഫിക്സ് വന്നപ്പോഴത്തേക്ക് അങ്ങനെ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. അവിടുത്തെ ഡോക്ടർ എന്നെ സമ്മതിച്ചു അത് PDA മാറ്റം സംഭവിച്ചതിലാണ്, ഈ ലെങ്സ് ക്ലിയർ ആയത് കൊണ്ടാണ് ബുദ്ധിമുട്ട് വരാതെന്നാണ്. താങ്ക് യു സോ മച്ച്. ഇപ്പൊ സ്കൂളിൽ പോയൊക്കെ തുടങ്ങി ആക്റ്റീവായി. മോളുടെ പേര് സൂര്യഗായത്രി. ഇപ്പൊ 4 വയസ്സായി. 3 വയസ്സിലായിരുന്നു സംഭവം. ഇപ്പൊ 4 വയസ്സായി. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കയ്യിൽ നഷ്ടം വരും എന്നൊക്കെ ഒരു നിമിഷം ചിന്തിച്ചു കഴിഞ്ഞ എന്റെ കുഞ്ഞാണ് ഇപ്പൊ ഇരിക്കുന്നുണ്ട്. സൂര്യഗായത്രി എന്നാണ് പേര്. നന്ദി ശരത്തെ. എല്ലാവർക്കും അപ്പം എനിക്ക് തീരില്ല. ഓക്കെ ശരി, നമുക്ക് അടുത്ത ഒരു കേസിലേക്ക് പോവാം. ഞങ്ങളൊന്ന് കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ ശരത്. അപ്പം ഞാനിപ്പോ ഈ പറഞ്ഞ ഒരു PDA കേസ്, അത് കഴിഞ്ഞ് ഒരു ASD ആൻഡ് VSD. അത് എന്ന് പറഞ്ഞാല് 13 ദിവസം പ്രായമായ ഒരു ഫീമെയിൽ ബേബി ആണ് എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത്. പ്രിമച്ചർ ബർത്ത് ആയിരുന്നു. വെയിറ്റ് വരുന്നത് 1.5 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഈ കഴിഞ്ഞ മാസം നവംബർ 4-ാം തീയതിയാണ് എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത്. അപ്പം അതിൻ്റെ ഈ 1.5 കിലോ വെയിറ്റേ ഉള്ളെങ്കിലും കൂടി അമൃതയിൽ നിന്ന് അവര് സർജറി നിർബന്ധമാണ് എന്നത് പറഞ്ഞുകൊണ്ട് അവരെ നിർബന്ധിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇവര് ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടർ സരസ്വതി, എറണാകുളത്തുള്ള പറവൂരുള്ള ഡോക്ടർ സരസ്വതി എന്ന ഡോക്ടറാണ് ഈ കേസ് എനിക്ക് റെഫർ ചെയ്യുന്നത്. അപ്പൊ സരസ്വതി ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു കേസ് ഉണ്ട്, നോക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ഇവര് ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഇതുണ്ട്. അപ്പൊ റിസൾട്ടുകൾ അയച്ചു തന്നു. ആ റിസൾട്ടുകൾ നോക്കി ഞാൻ നോക്കുമ്പം ഈ VSD about 4.5 മില്ലിമീറ്റർ ആണ് കണ്ടിരുന്നത്. അതുപോലെ തന്നെ
ASD ഉണ്ട്. ASD വരുന്നത് ഏകദേശം 5.8 മില്ലിമീറ്റർ ആണ്. ഇത്രയും ഇതുണ്ട്. 1.5 കിലോ വെയിറ്റേ ഉള്ളൂ. ആകെ ഒരു കൈയിനടിയിൽ ഇങ്ങനെ പിടിക്കാവുന്ന ഒരു കൊച്ച്. അപ്പൊ അവര് നേരെ 13 ദിവസമായിട്ടുള്ളൂ എൻ്റെ അടുത്ത് വന്നു. ഞാൻ 15 ദിവസത്തെ മെഡിസിൻ കൊടുത്തു. 15 ദിവസത്തെ മെഡിസിൻ കൊടുത്തു. ഇവര് 26-ാം തീയതി വീണ്ടും അമൃതയിൽ ചെല്ലാൻ പറഞ്ഞിരുന്നു. അമൃതയിൽ ചെന്നിട്ട് അവര് എക്കോ എടുത്തപ്പോൾ വെയിറ്റ് ആദ്യം കൊച്ചിന്റെ വെയിറ്റ് നോക്കി. അപ്പൊ 1.5 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു, 1,700 ആയി. മാത്രമല്ല ഈ VSDയും ASDയും അതിന്റെ മെഷർമെന്റ് നോക്കാൻ പറ്റുന്നില്ല അവർക്ക്. കാരണം അത്രയും സ്മോൾ ആയിപ്പോയി. കാരണം മെഷർ ചെയ്യാൻ പറ്റാത്തത്ര ചെറുതായിപ്പോയി. വെറും 15 ദിവസം കൊണ്ട്. അത് 15 ദിവസം അവര് ഹോസ്പിറ്റലിൽ നോക്കിയിട്ട് കുറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം ഇത് ഹോമിയോപ്പതിയുടെ ഇതാണോ അതല്ല ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചതാണോ എന്നൊന്നും ഞാൻ ഒന്നും അവകാശപ്പെടുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പ്, അവര് സർജറിക്ക് വേണ്ടിയിട്ടാണ് ഈ കൊച്ചിനോട് ചെല്ലാൻ പറഞ്ഞിരുന്നത്. പക്ഷെ അതും ഈ പറഞ്ഞതുപോലെ കൊച്ച് ഇമ്പ്രൂവ് ചെയ്യട്ടെ, നമുക്ക് നോക്കിയിട്ട് മതി എന്നൊക്കെ പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചിട്ടു. അതാണ് സെക്കൻഡ്. ഈ കേസിലും ഞാൻ പ്രധാനമായും കൊടുത്തത് ടാരന്റുല തന്നെയാണ്. ടാരന്റുല കൊടുത്തിരുന്നു, അതുപോലെ തന്നെ അയഡം കൊടുത്തിരുന്നു. കാരണം ഇതാണല്ലോ പ്രിമച്വർ ബേബി വിത്ത് അണ്ടർ വെയ്റ്റ്. അപ്പൊ അത്തരം ഒരു കണ്ടീഷനിൽ ഞാൻ അയഡം കൂടി കൊടുത്തു. പക്ഷെ വളരെ ഇമ്പ്രൂവ് ചെയ്തു എന്നും പറഞ്ഞിട്ട് അവരും ഇതുപോലെ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. അവരെ ഞാൻ ഇന്ന് ട്രൈ ചെയ്താണ്, കിട്ടിയില്ല. ഈ മീറ്റിങ്ങിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതായിരുന്നു, പക്ഷെ അവരൊന്നും എനിക്ക് അവൈലബിൾ ആയില്ല. അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ഇത് കൂടാതെ തന്നെ 3-4 കേസുകൾ ഞാൻ ഇതുപോലെ ട്രീറ്റ് ചെയ്തതും അവരെല്ലാം ഇമ്പ്രൂവ് ചെയ്തപ്പോൾ ആ ഇമ്പ്രൂവ് ചെയ്തു എന്നുള്ള ലാസ്റ്റ് വേർഡ് എന്നോട് പറയാതെ തന്നെ വിട്ടുപോയ കുറെ കേസുകളുണ്ട്. അതിൽ 4-5 കേസ്. അപ്പം നമ്മള് ചികിത്സിക്കുമ്പോൾ എപ്പോഴും ആ ഒരു റിസൾട്ട് കിട്ടുന്നതും ആ റിസൾട്ടിന്റെ ഗുണം അനുഭവിക്കുന്നതും പലപ്പോഴും ഡോക്ടറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ല. പക്ഷെ ഈ ശരത്ത്, അതുപോലെ തന്നെ മറ്റേ ഈ പറഞ്ഞ കുട്ടിയുടെ അച്ഛൻ, ഇവര് രണ്ടുപേരും വളരെ താങ്ക്ഫുൾ ആയിട്ട് എന്നെ വിളിച്ചു, സംസാരിച്ചു എന്നതാണ് എനിക്ക് ഏറ്റവും കിട്ടിയ വലിയ ഒരു ബിഗ് പീസ് എന്ന് പറയാം. ഏറ്റവും വലിയ പീസാണ് എനിക്കത്. അതൊരു വലിയ സന്തോഷം തരുന്ന ഒന്നാണ്. അത്ര എനിക്ക് ഈ കേസുകളെ പറ്റി പറയാനുള്ളൂ. ഇനി കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒരു ഡിസ്കഷൻ എന്നുള്ള നിലയ്ക്കാണ് ഇത് ചെയ്തത്. അപ്പൊ ഇതിലെ പാർട്ടിസിപ്പൻസ് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, പറയാനുണ്ടെങ്കിൽ പറയാം. ഡോക്ടറെ, പിന്നെ സാറ് പറഞ്ഞതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിലും ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്. സമയം കളയരുത്, വിലപ്പെട്ട സമയമാണ്. എത്രയും വേഗം ഹാൻഡ് റൈസ് ചെയ്യണം, സമയം തികയാതെ വരരുത്. സാറ് അയഡം ഏത് പൊട്ടൻസിയാണ് കൊടുത്തത്? അയഡം 200. ആദ്യം 30 കൊടുത്തായിരുന്നു, അത് പിന്നീട് 200 ആക്കി മാറ്റി. ഇതിലും ടാരന്റുല TDS ആണല്ലേ? അല്ല, ഈ കൊച്ചിന് 200 മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. സാധാരണ കൊടുക്കുന്ന ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഈ 15 ഡേയ്സിൽ കിട്ടി എന്ന് പറഞ്ഞത് 200 ആണ് കൊടുത്തത്. ടാരന്റുല 13, അയഡം 200. ഡോക്ടർ സുനിൽ ചോദിക്കൂ. അൺമ്യൂട്ട് ചെയ്യട്ടെ സാറേ. യെസ്, സുനിൽ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്തു. ഓക്കെ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് സർ. ഈ കേസിൽ സർ ടാരന്റുല സെലക്ട് ചെയ്ത് ടാരന്റുല സെലക്ട് ചെയ്തത് എന്ത് ബേസിസിലാണെന്ന്? നെറ്റ് പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. സുനിൽ ഡോക്ടറെ, കേൾക്കാവോ? ഇപ്പൊ കേൾക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. സർ, അത് ടാരന്റുലയുടെ സെലക്ഷൻ ഏത് ബേസിലായിരുന്നാണ് ഞാൻ ചോദിച്ചത്. കുട്ടിയുടെ അച്ഛൻ പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ കേട്ടായിരുന്നോ?
ഹൈപ്പർ ആക്റ്റീവ് ആയിരുന്നു എന്ന് തോന്നുന്നു. ഓക്കെ. അത് മാത്രമേ എടുത്തുള്ളൂ, വേറെ ഒന്നും എടുത്തില്ല. അത് ശരി. പിന്നെ സാർ, കൊറോണറി ആർട്ടറി ഡിസീസിൽ ബ്ലോക്കേജ് റിസ്ക് ഒക്കെ എങ്ങനെയാണ്? ഏതൊക്കെ മെഡിസിൻസ് ആണ് കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത്? അത് കോസ് നോക്കിയിട്ടാണ്. ഇപ്പൊ സ്മോക്കിംഗ് ഹാബിറ്റ് ഉള്ളവരാണെങ്കിൽ കാക്ടസ് വരാം, കൺവലേറിയ വരാം, പിന്നെ ആർണിക്ക ഉണ്ട്. അങ്ങനെ ഒരുപാട് മെഡിസിൻസ് ഉണ്ട് ഈ കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറഞ്ഞത്. അതില് കൂടുതലും ടിഞ്ചേഴ്സ് ആണോ യൂസ് ചെയ്യുന്നത്, അതോ പൊട്ടൻസി ആണോ? അല്ല, പൊട്ടൻസി ഉണ്ട്, ടിഞ്ചേഴ്സും ഉണ്ട്. അതൊരു കോമ്പിനേഷനിലാണ് പോവാറ്. ഓക്കെ സിംറ്റമാറ്റിക് ആയിട്ട് നോക്കിയിട്ട് കൊടുക്കും. ഓക്കെ ഓക്കെ. ഡോക്ടർ എവിടുന്ന? ഡോക്ടർ എവിടെ? ഞാൻ നാട്ടില് കണ്ണൂരാണ്, പയ്യന്നൂരാണ്. ഓക്കെ ഓക്കെ. ഞാൻ വർക്ക് ചെയ്യുന്നത് ഇവിടെ ഡൽഹിയിലാണ്. ഡൽഹിയിലാണ് അല്ലേ? ഓക്കെ, താങ്ക് യു. നന്ദി സർ. ഡോക്ടറെ, ഒരു ശരി, ക്വസ്റ്റ്യൻ താങ്ക് യു സാർ. ഡോസേജ് ഒന്ന് പറയാമോ സർ? ഓ, ഏതാ? ഒരു ക്വസ്റ്റ്യൻ ചാറ്റ് ബോക്സിൽ വന്ന് ഡോസേജ് ഒന്നുകൂടെ പറയാമോ? ടെറൻഡുല 30 3 നേരം TDS റൈസ് ഡെയിലി. പിന്നെ അയോഡോ ഉണ്ടെങ്കിൽ അയോഡോൻ 200 TDS തന്നെ കൊടുക്കണം. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണേ. അനിത ഡോക്ടർ അൺമ്യൂട്ട് ചെയ്തോളൂ. അനിത ഡോക്ടർ അൺമ്യൂട്ട് ചെയ്തോളൂ. കേൾക്കാമോ മാഡം? കേൾക്കാം. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. സാറേ, ഞാൻ ഒരു സംശയം. സാർ രണ്ടാമത്തെ കേസ് പറഞ്ഞല്ലേ, അപ്പൊ അത് എന്ത് ഇൻഡിക്കേഷനിലായിരുന്നു ടാരന്റുല? അത് സ്പെസിഫിക് എന്നുള്ള രീതിയിലാണ് കൊടുത്തത്. കാരണം ഈ 13 ദിവസമായ കൊച്ചിന്റെ അടുത്തുനിന്ന് എന്ത് സിംറ്റം നമുക്ക് പ്രതീക്ഷിക്കാം? കൊച്ചത് കരയുന്ന പോലും ഇല്ല. ഓ, ആദ്യം സാർ പറഞ്ഞു ടാക്കികാർഡിയ ഒരു സ്പെസിഫിക് ആയിട്ട് കൊടുക്കാം. ടാക്കിക്കാർഡിയ സ്പെസിഫിക് ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഈ കൊച്ചിന്റെ കേസിൽ അതും ഇതല്ല. സ്പെസിഫിക് ആയിട്ട് കൊടുത്താണ് ഇങ്ങനെ. സ്പെസിഫിക് ആയിട്ട് കൊടുത്തതാണ്. ഓക്കെ. അത് കഴിഞ്ഞ് അത് കൊടുത്തു വന്നപ്പോ ആ കൊച്ചിന്റെ തന്നെ ഒരു റിലേറ്റീവ് ഇപ്പൊ എത്ര 6 വയസ്സോ ആയിട്ടുള്ള ഒരു കൊച്ചിനെ കൊണ്ടുവന്നിട്ടുണ്ട്. സെയിം അത് VSD ആയിട്ട്. അത് കുറച്ചും കൂടി വലിയ ഇതാണ്, വലിയ ഓപ്പണിംഗ് ആണ്. ഓക്കെ സർ, താങ്ക് യു. നന്ദി അനിത ഡോക്ടർ. ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ? സംശയം ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണേ. സാർ, ഇത് കുട്ടികളുടെ കാര്യമാണല്ലോ സാറ് പറഞ്ഞത്. എനിക്ക് ഇതുപോലെ ഹാർട്ടിൽ ഹോളാണെന്ന് പറഞ്ഞു സർജറി വരാറുണ്ട്. അപ്പൊ അത് സർജറി പറഞ്ഞ കൊറോണയ്ക്ക് ശേഷമാണ് ഒരു പ്രോബ്ലം ഉണ്ടായത്. അതുവരെ ലോഡിംഗ് ഒക്കെ ചെയ്തിരുന്ന ആളാണ്. ഇതിന് ശേഷം ഇവരിങ്ങനെ പറഞ്ഞതിന് ശേഷം ജോലി ചെയ്യാതനങ്ങാതിരിക്കുകയാണ്. എങ്കിലും സർജറി ചെയ്യുന്നില്ല. അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് എങ്ങനെ ചെയ്യാവുന്നതാണോ? ഇപ്പൊ ഹോള് കൂടി നടക്കുന്നത്. അത് ആളുടെ സിംറ്റംസും കൂടി നോക്കിയിട്ട് ചിലപ്പോ പൾമനറി ആർട്ടറി ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൾക്ക്. അപ്പൊ അതിനനുസരിച്ച് മെഡിസിൻസിലൊക്കെ മാറ്റം വരാം. അഡോണിസ് അങ്ങനെയൊക്കെ വേണ്ടി വരും. കാലില് നീരുണ്ട്. കാലിൽ നീരുണ്ടെങ്കിൽ മിക്കവാറും ഇതുണ്ടാവും, സ്റ്റെനോസിസ്, അയോട്ടിക് സ്റ്റെനോസിസ്, മൈട്രൽ സ്റ്റെനോസിസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വാൽവുലാർ കംപ്ലൈന്റ് കൂടി ഉണ്ടാവാം. അത് എക്കോ റിപ്പോർട്ട് നോക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഗാലാന്തസ് ഒക്കെ വരും. അത് നമുക്ക് ഇത് നമ്മുടെ മെഡിസിൻ കൊണ്ട് ഹോൾ അടയും. അത്രയും പ്രായമുള്ളവരുടെ കാര്യത്തിൽ എനിക്ക് എക്സ്പീരിയൻസ് കുറവാണ്, ഉള്ള കാര്യം പറയാലോ. കാരണം പ്രായമുള്ളവർ ആരും, അതായത് എൻ്റെ അടുത്ത് ഒരു ലേഡി ട്രീറ്റ്മെന്റ് വന്നു. അത് ഇതിന് വന്നതല്ല, ഹാർട്ട് ഡിസീസിന് വന്നതല്ല. അവര് സാധാരണ പനി ചുമയൊക്കെ ആയിട്ട് വന്നത് എൻ്റെ അടുത്ത്. അങ്ങനെ ഞാൻ ചെസ്റ്റ് എക്സാമിൻ ചെയ്തപ്പം അവർക്ക് ഹോളുണ്ട്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഹാർട്ടിന് കംപ്ലൈന്റ് ഇല്ലെന്ന് ചോദിച്ചു. അപ്പൊ അവരെന്നോട് പറഞ്ഞത്, അപ്പൊ അന്ന് അവർക്കൊരു 32 ഇയേഴ്സ് ഉണ്ടാവുള്ളൂ. അപ്പൊ അവരെന്നോട് പറഞ്ഞത്,
ഹാർട്ടിന് അസുഖം ഉണ്ടായിരുന്നു, അത് മാറിയെന്ന് കാർഡിയോളജിസ്റ്റ് പറഞ്ഞു എന്നാണ്. ഞാൻ പറഞ്ഞു കാർഡിയോളജിസ്റ്റ് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളുടെ അസുഖം മാറിയിട്ടില്ല എന്ന് പറഞ്ഞു. എല്ലാം മാറിയിട്ടുണ്ട്, എന്തായാലും ഒരു കാർഡിയോളജിസ്റ്റിനെ കണ്ടുവന്നു. അങ്ങനെ പോയി വീണ്ടും കാർഡിയോളജിസ്റ്റിന്റെ അടുത്ത് പോയി, ലിസ്സി പോയി ഡോക്ടർ പെരിയപ്പുറത്തിനെ കണ്ടു. അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു നിങ്ങള് എത്ര എബൌട്ട് 2 സെന്റിമീറ്റർ ഇട്ടായിരുന്നു അവരുടെ ഹോള്, അത്രയും വലിയ ഇതായിരുന്നു. അപ്പോൾ ഇവര് പറഞ്ഞു എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുണ്ട്. പക്ഷെ ഇത് പറഞ്ഞ് വീട്ടിൽ വന്ന അന്ന് മുതൽ പ്രശ്നമായി. പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് സർജറി ചെയ്തിട്ട് വന്നു. അവർ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് പ്രശ്നമായി. അറിഞ്ഞില്ലായിരുന്നേ കുഴപ്പമില്ലായിരുന്നു, കാരണം അവരുടെ 2 ഡെലിവറിയും എല്ലാം കഴിഞ്ഞതാ ഇതും വെച്ചിട്ട്. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, അന്ന് വരെ കണ്ട് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം പല ഇതിലും നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കാരണം പല ഡോക്ടർമാരുടെ അടുത്തും പോയിട്ടാണ് നമ്മളുടെ അടുത്ത് വരുന്നത്, അവരാരും കണ്ടെത്താതെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റാറുണ്ട്. ഞാനിവിടെ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്ത ഉടനെ, ഞാൻ പ്രാക്ടീസ് തുടങ്ങിയ 95-ല് ഏറ്റവും ആദ്യം ഞാൻ ഡയഗ്നോസ് ചെയ്തത് ഒരു VSD ആണ്. അത് എൻ്റെ അടുത്തൊരു കൊച്ചിനെ കൊണ്ടുവന്നു, ഞാൻ അത് നോക്കി. ഇതേപോലെ പനിക്കോ മറ്റോ വന്നതാണ്. അപ്പോൾ അന്ന് 3 months മറ്റോ ഉള്ളൂ ആ കൊച്ചിന്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് പറഞ്ഞു ഇത് എന്നെ ഒരു പ്രോബ്ലം കാണുന്നുണ്ടല്ലോ എന്ന്. പക്ഷെ അവരാകെ പേടിച്ചു പോയി. കാരണം 95-ല് ഇവിടെ അത്രമൊന്നും ഹോസ്പിറ്റൽസ് ഒന്നും ആയിട്ടില്ല. അങ്ങനെ ഇവര് നേരെ ഒരു കാർഡിയോളജിസ്റ്റിന്റെ അടുത്ത് പോയി. കാർഡിയോളജിസ്റ്റ് നോക്കിയിട്ട് ചോദിച്ചത്, അവര് ഏകദേശം അന്ന് 2000 rupees ടെസ്റ്റ് നടത്തിയതിന് ശേഷമാണ് കാർഡിയോളജിസ്റ്റ് ഡയഗ്നോസിസ് പറഞ്ഞത്. എന്നിട്ട് കാർഡിയോളജിസ്റ്റ് ചോദിച്ചത് എന്താ വെച്ചാൽ, ഡോക്ടർ എങ്ങനെ ഇത് ഇത്ര കൃത്യമായി പറഞ്ഞെന്ന് അവരോട് ചോദിച്ചു. അപ്പൊ നമ്മള് സ്റ്റെത്ത് വെറുതെ വെച്ചാൽ പോരാ, ആ സ്റ്റെത്തിന്റെ ഉള്ളിൽ കൂടെ എന്തൊക്കെയാ കേൾക്കണമെന്നുള്ളത് നമുക്കൊന്ന് അറിയണ്ടേ. ഹലോ, ഹരിഹരൻ സാർ ചോദിക്കൂ സാറേ. സാറിനെ അഡ്മിറ്റ് ചെയ്യാവേ. സാർ അഡ്മിറ്റ് ചെയ്തോ. ഡോക്ടറുടെ ക്ലാസ് ഇത് ഞാൻ മുഴുവൻ കേട്ടു. ഡോക്ടറുടെ ടാരന്റുല പ്രിസ്ക്രിപ്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. മറ്റേതിനെ കുറിച്ച് ഞാൻ കമന്റ് ചെയ്യുന്നില്ല, എനിക്കതറിയാൻ മേല. അത് നാച്ചുറൽ ആണോ, ബൈ നാച്ചുറൽ ആണോ, അതോ മെഡിസിനൽ ഇഫക്റ്റ് ആണോ എന്നറിയില്ല. ഞാനാണെങ്കിൽ ആ സ്ഥാനത്ത് ആ സമയത്ത് കൊടുക്കുന്ന മരുന്ന് അക്കോണൈറ്റ്. തീരെ വെയിറ്റ് ഇല്ലാത്ത കൊണ്ടുവന്ന കുട്ടി എന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് ഞാൻ അക്കോണൈറ്റ് ആണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. അത് പോട്ടെ, അത് അങ്ങനെ ഇരിക്കട്ടെ. അത് വെച്ചാൽ ആ അക്കോണൈറ്റിൽ എനിക്ക് ഒത്തിരി ഗുണം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന കുട്ടികളിൽ അക്കോണൈറ്റ് ഇതുപോലെ തന്നെ പ്രസവിച്ച് കഴിഞ്ഞ് ഒരു 10-20 വയസ്സാകുമ്പോൾ നമ്മുടെ കൊണ്ടുവന്നു കഴിഞ്ഞ് ഇങ്ങനത്തെ അനോമലീസ് ഏതെങ്കിലും ബർത്ത് അനോമലി ഉണ്ടെങ്കിൽ ഫസ്റ്റ് മെഡിസിൻ ഈസ് അക്കോണൈറ്റ് ആൻഡ് ഐ ആം ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് റിസൾട്ട്. അത് ഡോക്ടർക്ക് എപ്പോഴെങ്കിലും ഡോക്ടർ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ. അക്കോണൈറ്റ് 30 പൊട്ടൻസി ഇല്ലെങ്കിൽ 0/1 ആണ് ഞാൻ സാധാരണ കൊടുക്കാറുള്ളത്. പിന്നെ ഞാൻ ഇവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ കേസില് 4.5 millimeter, അതായത് 1/2 centimeter-ഓളാണ് 2 ഹോളും ഉണ്ടായിരുന്നത്. അതാണ് 1 millimeter-ലും താഴേക്ക് വന്നത്. വിതിൻ 15 days വിൽ ബി നാച്ചുറൽ. ഡോക്ടറെ, അത് ചില മെഡിസിൻസിന് വണ്ടർഫുൾ ഇഫക്റ്റ് ഉണ്ട്. ഇപ്പൊ ടാരന്റുലയുടെ ഞാനും ട്രൈ ചെയ്ത് നോക്കും. ഡോക്ടർ ഇപ്പൊ പറഞ്ഞപ്പോഴത്തേക്ക് ടാരന്റുല ഞാനും ട്രൈ ചെയ്ത് നോക്കാം. അല്ല, അക്കോണൈറ്റ് ഞാൻ ഉപയോഗിക്കുന്നതാണ്, പക്ഷെ ഈ കണ്ടീഷനിൽ അല്ല എന്ന് മാത്രം. അത് അക്കോണൈറ്റത്തിന് വ്യക്തമായ മെന്റൽ സിംറ്റം കിട്ടുകയാണെങ്കിൽ ഞാൻ അക്കോണൈറ്റം കൊടുക്കും. ഇതിപ്പോ ഈ ഒരു കൊച്ചിനെ സംബന്ധിച്ച് എനിക്കത് കിട്ടിയില്ല. പിന്നെ ഡോക്ടറുടെ എക്സ്പീരിയൻസ് എന്തായാലും ഞാൻ ട്രൈ ചെയ്യും. അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇവിടെ ആ ടെസ്റ്റിമോണിയിൽ കാണിച്ച കുട്ടിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അതെ, ആ കുട്ടിയുടെ ഹോളിന്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ശരി. പിന്നെ 14 days 13 days 1.5 kilo തൂക്കം. അടുത്തത് ഞാന് ഒരു റിസർച്ച് എന്നുള്ള നിലയിൽ നടത്തി വരുന്ന ഒരു മരുന്നുണ്ട്.
അത് ഡോക്ടർ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അതെന്ന് വെച്ച് കഴിഞ്ഞാല് കാൽക്കേരിയ ആഴ്സ് ആണ്. കൽക്കരി ആവശ്യം ഞാൻ കൊടുക്കാറുണ്ട്, പക്ഷെ ഈ കണ്ടീഷനിലല്ല. അല്ല, ഈ കണ്ടീഷനല്ല, ഈ ഈ അതായത് സ്ഥിരമായി ഞാൻ യൂസ് ചെയ്യുന്നത്, അത് സ്ഥിരമായി ഞാൻ യൂസ് ചെയ്യുന്നതാണ്. കാർഡിയാക് ഡിസ്നിയ, ഓ അത് ഞാൻ യൂസ് ചെയ്യുന്ന മെഡിസിൻ ആണ്. പിന്നെ ട്രക്കി കാർഡിയ, അതിനൊക്കെ ഈ കാൽക്കേരിയ ആഴ്സ് നല്ല ഇഫക്റ്റീവായിട്ട് കാണുന്നുണ്ട്. പിന്നെ അതിന്റെ കൂട്ടത്തില് ഈ ഷാബയുടെ ക്രെറ്റേജിയസ് ടിഞ്ചർ ഒരു 5 ഡ്രോപ്സ് വെച്ച് 2 നേരം കൊടുക്കും, രാവിലെയും വൈകിട്ട്. അതാണ് അതിന്റെ പ്രശ്നം. അത് എനിക്കതിന് ഒത്തിരി ഗുണം കിട്ടിയിട്ടുണ്ട്. പിന്നെ അടുത്തൊരു മരുന്ന് ഏതാന്ന് വെച്ച് കഴിഞ്ഞാല് നാജ എനിക്ക് ധാരാളം പ്രയോജനം ചെയ്ത് കിട്ടിയ നാജ 0/1 ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. 0/1 ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാല് ഈ ലെഫ്റ്റ് വെൻട്രിക്കുലർ തിക്കനിങ് വന്ന് അതിനുള്ള അത് വാൽവുലാർ ഡിഫക്റ്റ് കൊണ്ടാണ് അത് വരുന്നതെന്നാണ് എനിക്ക് അതിന്റെ പത്തോളജിയിൽ നിന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെ വരുന്ന കേസുകൾക്ക് ഞാൻ ഈ നാജ ഉപയോഗിച്ച് നോക്കിയിട്ട് 3 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അവരെ കൊണ്ട് ഞാൻ എക്കോ എടുപ്പിക്കത്തുള്ളൂ. 3 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ പേഷ്യന്റിനെ ഫീൽ ബെറ്റർ ആയിരിക്കണം. വിമ്മിഷ്ടം എല്ലാം കുറയുന്ന കണ്ടീഷനിൽ ചെയ്ത് നോക്കുമ്പോൾ ഈയിടെ ഒരു നല്ല ബെസ്റ്റ് റിസൾട്ട് എനിക്ക് കിട്ടി. അപ്പൊ അതുകൊണ്ട് ഈ ഹോമിയോപ്പതിക് മെഡിസിൻ ഹാർട്ട് ഡിസീസസിന്, ഹാർട്ട് അറ്റാക്കിന് ഞാൻ ചെയ്യാറില്ല, ഹാർട്ട് ഡിസീസസിന് നല്ല പ്രയോജനകരമാണ്. ഇത്രയാണ് ഞാൻ ഡോക്ടർ വന്ന ശേഷം ഈ മരുന്നുകൾ. ഇനിയിപ്പം ശ്രീലക്ഷ്മി ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. അൺമ്യൂട്ട് ചെയ്യാൻ ചോദ്യം വന്നതാണ് ചാറ്റ് ബോക്സില്. മൈൽഡ് LVH ഡ്യൂ ടു ഹൈപ്പർടെൻഷൻ. മൈൽഡ് LVH ഡ്യൂ ടു ഹൈപ്പർടെൻഷൻ. അതില് ഹൈപ്പർ ടെൻഷനുള്ള മരുന്ന് കൊടുത്താൽ മതി, LVH കവർ ചെയ്തോളൂ. ഹൈപ്പർ ടെൻഷൻ BP നന്നായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട് സാറേ. BP ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പം ഇപ്പൊ ഒരു 5 മിനിറ്റിനുള്ളിൽ 2 പ്രാവശ്യം BP നോക്കിയാൽ 2 റിസൾട്ട് ആയിരിക്കും കിട്ടുക. അത് സാധാരണ സ്ഫിഗ്മോമാനോമീറ്ററിലല്ലേ നോക്കുന്നത്, ഇലക്ട്രോണിക് അല്ലല്ലോ. നോർമൽ നമ്മുടെ മെർക്കുറിക്കോളം. ഡോക്ടറെ, അത് ആങ്സൈറ്റിയോളജിക്കലാണ്. ഏത് പേഷ്യന്റിന്റെയും ആദ്യത്തെ BP നോക്കി കഴിഞ്ഞ് രണ്ടാമത് നമ്മൾ ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ അത് കൂടിയിരിക്കും. അതേസമയം ആ പേഷ്യന്റ് വന്ന പാടെ യാതൊരു മെന്റൽ ടെൻഷനും ഇല്ലാതെ നമ്മുടെ വന്ന് BP നോക്കുകയാണെങ്കിൽ അതായിരിക്കും കറക്റ്റ്. പിന്നെ 10 കൂടിക്കൊണ്ടേയിരിക്കും. ഇല്ലേ ഡോക്ടർ ശ്രദ്ധിച്ചു നോക്കിക്കോളുക. മിക്കവാറും ഭയങ്കര ആങ്സൈറ്റിയും ടെൻഷനുമാണ്. ചുമ്മാ ഒരു ത്രോട്ട് പെയിൻ വന്നാല് അൺനെസസറി ആയിട്ട് BP കൂടുക. അങ്ങനത്തെ കേസില് അഡ്രിനാലിൻ 200 ഒരു ഡോസ് കൊടുത്തു നോക്കൂ വീക്കിലി. അതുകൂടാതെ അർജന്റൈട്രിക്കം കൂടെ കൊടുക്കാണ്ടോ? അർജന്റൈട്രിക്കം ഈ ആങ്സൈറ്റിയോളജിക്കൽ അത് നേരത്തെ തന്നെ കൊടുക്കണം, അല്ലാതെ ആ സമയത്തല്ല കൊടുക്കണ്ടേ. നമ്മൾ ഒരു വീക്കിലി വൺസ് അർജന്റൈട്രിക്കം 200 ഓരോ ഡോസ് വെച്ച് കൊടുത്തു കഴിയുമ്പോൾ അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അർജന്റൈട്രിക്കം വീക്കിലി കൊടുക്കുന്നുണ്ട്. ഉണ്ടോ? എന്നാ പിന്നെ അർജന്റൈട്രിക്കം മാറ്റിയിട്ട് ജെൽസീമിയം കൊടുക്കണം. അതുകൊണ്ട് അർജന്റൈട്രിക്കം പ്രയോജനപ്പെട്ടില്ലെങ്കിൽ ജെൽസീമിയം. ശ്രീലക്ഷ്മി ഡോക്ടർ, ഒരു സംശയം കൂടെ. ഈ അഡ്രിനാലിൻ 200 നമുക്ക് ഈ പാനിക് അറ്റാക്ക് തുടങ്ങുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു BP കൂടുമല്ലോ, ആ കണ്ടീഷനിൽ കൊടുക്കാൻ പറ്റുമോ? അങ്ങനത്തെ ഒരു ഫിയറോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുള്ള കണ്ടീഷൻസിലാണെങ്കിൽ എഫക്റ്റീവ് ആവും. അല്ലെ, പാനിക് അറ്റാക്ക് ഇല്ല, പെട്ടെന്ന് സ്ട്രെസ് കൂടിയിട്ട് നമുക്ക് പെട്ടെന്നൊരു ഇടുപ്പ് കൂടുകയും ഗ്യാസിന്റെ പ്രോബ്ലവും തലയിൽ പെരുപ്പും ഒക്കെ ആയിട്ട് വരുന്നൊരു സ്റ്റേജ് ഉണ്ടല്ലോ. BP 180 ഒക്കെ വരും. നോർമലായിട്ട് BP 120 അങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷെ ഈ ഒരു സ്റ്റേജ് വരുമ്പം പെട്ടെന്ന് തന്നെ 180 ഒക്കെ കാണിക്കാറുണ്ട്. അങ്ങനെയുള്ള കണ്ടീഷൻ നമുക്ക് ഈ അഡ്രിനാലിൻ വല്ല ഗുണം ചെയ്യുമോ? ട്രൈ ചെയ്ത് നോക്കണം. കാരണം അഡ്രീനാലിന്റെ ഒരു റിസൾട്ട് തന്നെയാണ് അവിടെ ആ ഹൈ BP വരുന്നതിന്റെ കാര്യം.
ഇനി ഒരാളുടെ ഡോസേജ് കൂടി ഒന്ന് പറയുന്നു. ഡോസേജ് ശ്രീലക്ഷ്മി ഡോക്ടർ ഒന്നുകൂടെ ചോദിക്കുന്നുണ്ട് സാറേ. അഡ്രിനാലിൻ ഡോസേജ് ഡോസേജ് Adrenaline 200 weekly once. ഡോക്ടറെ ആ ടി വി ഒന്ന് ഓഫ് ചെയ്യണേ. സലിംകുമാർ ഡോക്ടർ. ഡോക്ടർ ശ്രീലക്ഷ്മി ആ ബാക്ക് ഫ്ലവർ റെമഡി കൂടെ ട്രൈ ചെയ്യണം കേട്ടോ പേഷ്യന്റിന്. അത് നോക്കിയിട്ട് അതും കൂടെ, അത് നല്ലതാണ്. ഈ ഹൈപ്പർടെൻസീവ് ഇതുപോലുള്ള പേഷ്യൻസിന് നമ്മൾ ആങ്സൈറ്റിക്ക് ബാക്ക് ഫ്ലവർ റെമഡീസ് നല്ല പ്രയോജനകരമായിട്ട് ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് കാണുന്നു. അടുത്ത കാലത്താണ് ഞാൻ പ്രയോഗിക്കുന്നത്. ഇനി അടുത്തത് സലിംകുമാർ ഡോക്ടർ. സലിംകുമാർ ഡോക്ടർ. അൻസാർ ഡോക്ടറെ, ഡോക്ടർ പറഞ്ഞല്ലോ അത് രണ്ടാമത്തെ കേസിൽ അത് ഡോക്ടറിന്റെ ചികിത്സയുടെ കൊണ്ടാണോ അല്ലാതെയാണോ? സ്വാഭാവികം ചിലപ്പോൾ ഡോക്ടർ ചികിത്സിച്ചിട്ടാവണമെന്നില്ലായിരിക്കാം. പക്ഷെ അതിനകത്തൊരു പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ ഡോക്ടർ ചികിത്സിച്ചിട്ട് അല്ലെന്ന് തൽക്കാലം അങ്ങ് വിചാരിക്കും. പക്ഷേ ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണല്ലോ അവർക്ക് അങ്ങനെ വെയിറ്റ് ചെയ്യാനും ഇതൊക്കെ പറ്റിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്, മനസ്സിലായി? അപ്പൊ അങ്ങനെ ഒരാളത് എടുക്കാമെന്ന് പറയുകയും അതാണല്ലോ വിമർശകരുടെ മുന്നിൽ നിന്ന് ഞാൻ അതൊരു ജാമ്യം എടുത്തേ ഉള്ളൂ. എനിക്കറിയാം എന്താ ചെയ്തതെന്ന്. അപ്പൊ അതിനകത്ത് നമ്മള് അതിന്റെ രക്ഷിതാക്കൾക്കും അറിയാം. ഹോമിയോപ്പതിയില് ഒരാളുള്ളത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇനിയിപ്പോ ബി പി ആണ്. ഈ എല്ലാ ടെസ്റ്റും നടത്തിയിട്ടും ബി പി ഒരാൾക്ക് 200-ന് മുകളിൽ എപ്പോഴും നിൽക്കുള്ളൂ. സകല ഹോസ്പിറ്റലും പോയി. പക്ഷെ വർഷങ്ങളായിട്ടുള്ള ബി പി ആണ്. പക്ഷെ അത് നമ്മളതിനകത്തൊക്കെ ഡോക്ടേഴ്സിന് ഇയാളുടെ ബി പി നോക്കി അപ്പോൾ അവർ മരുന്ന് കൊടുക്കും. ഇയാളെ മരുന്ന് കഴിക്കാറില്ല. അപ്പോൾ അതിൽ നമ്മൾ ഹാർട്ട് ഇൻവോൾവ്മെന്റ്, അത്യാവശ്യം കാർഡിയോളജിയൊക്കെ നോക്കിയിട്ട് അവർക്ക് മനസ്സിലാവണില്ല. അത്തരം കേസിലൊക്കെ നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടി വരുമോ? ചെയ്യാലോ. അപ്പം കിഡ്നി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കണം. റീനൽ ഫംഗ്ഷൻ ടെസ്റ്റിലൊന്നും കുഴപ്പമില്ല. മൈക്രോ ആൽബുമിനുറിയ ഉണ്ടോ? ഇല്ലില്ല. ആവശ്യം അല്ല, ഇപ്പം പറയുന്നത് നമ്മള് ക്രിയാറ്റിൻ നോക്കിയിട്ടാണ് കിഡ്നിക്ക് കംപ്ലൈന്റ് എന്നാണ് സാധാരണ പറയുന്നത്. പക്ഷെ അതിനു മുമ്പേ കിഡ്നിക്ക് അതൊരു 50% കേടുവന്നാലാണ് ആ രീതിയിലേക്ക് വരുന്നതെന്നാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ആദ്യം നോക്കേണ്ടത് മൈക്രോ ആൽബുമിനാണ്. മൈക്രോ ആൽബുമിൻ യൂറിനില് ക്രമാതീതമായി കൂടുന്നുണ്ടെങ്കിൽ ഓർപ്പിച്ചോളൂ, കിഡ്നി കംപ്ലൈന്റ് ആയി തുടങ്ങി. അവിടെ വെച്ചാണ് അതിന് വേണ്ടുന്ന പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത്. അല്ല, അത് പേഷ്യന്റ് 20 ഇയേഴ്സിന്റെ അടുത്തായിട്ട് ഈ ബി പി. അല്ല, ഞാൻ ഇതിന്റെ കാര്യമല്ല പറഞ്ഞത്, ജനറലൈസ് ചെയ്ത് പറഞ്ഞതാണ്. ഈ കേസിൽ നമുക്ക് ടിഞ്ചേഴ്സും ഇതൊക്കെ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. ടിഞ്ചേഴ്സിൽ ഒരുപാടുണ്ടല്ലോ. റോൾഫി അല്ലാത്ത തന്നെ ലൈക്കോപ്പസ് ഉണ്ട്, സ്ട്രോഫാന്തസ് ഉണ്ട്. അതല്ല രസം ഡോക്ടർ, അത് മോഡേൺ മെഡിസിൻ കൊടുത്തിട്ട് കേൾക്കണില്ല. അത് വേണ്ട. അത് മോഡേൺ മെഡിസിൻ കഴിച്ചിട്ട് 200 ആയി വരുന്നതൊക്കെ നമ്മളുടെ മെഡിസിൻ കൊടുത്താൽ 130, 140 ആവാറുണ്ട്. അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ, അല്ലെങ്കിൽ അത് നിർത്തിയിട്ട്. അതിനൊന്നും പ്രശ്നമുണ്ടല്ലോ. ഒന്നുകൂടെ പറയാം. ലൈക്കോപ്പസും സ്ട്രോഫാന്തസും വേറെ എന്താ ഉള്ളത് സാർ? ലൈക്കോപ്പസ് ഉണ്ട്, സ്ട്രോഫാന്തസ് ഉണ്ട്, പിന്നെ അലിയം സറ്റൈവ ഉണ്ട്. ഡോക്ടർ സ്പാർട്ടിയ ഉപയോഗിക്കാറുണ്ട്? സ്പാർട്ടിയ ഉപയോഗിക്കാറുണ്ട്. സലിംകുമാർ ഡോക്ടർ പറഞ്ഞ അതേ രീതിയിൽ എനിക്കൊരു പേഷ്യന്റ് വന്നിട്ടുണ്ട്. 280, 140 ആണ്. പിന്നെ ഗ്ലോണൈൻ 280, 140. അങ്ങനെ ബെരേറ്റാമ്യൂർ ഉണ്ട്, പിന്നെ ഗ്ലോണൈൻ ഉണ്ട്, ബെരേറ്റ കാർബ്, വൺ ഓഫ് ദി ബെസ്റ്റ് റെമഡി ഫോർ ബി പി. റിപ്പീറ്റഡ് ആയിട്ട് കൊടുക്കണം. 30 or 200, 30 മതിയാവും. 30 നോക്കിയിട്ട് വേണമെങ്കിൽ ഹൈപ്പർ പൊട്ടൻഷ്യയിലേക്ക് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ ആർട്ടീരിയൽ സ്ക്ലീറോസിസ് ഉണ്ടാവും. അതുകൊണ്ടാണ് അവിടെ ബി പി കുറയാത്തത്.
ആർട്ടീരിയോസ്ക്ലീറോസിസിനെ കവർ ചെയ്യുന്ന നല്ലൊരു മെഡിസിനാണ് ബെറിറ്റാകാർബ്. പാരറ്റമൂർ അല്ലേ ഡോക്ടർ? ബെരറ്റ വേറെ, ബെറിറ്റാകാർബാണ് ആർട്ടീരിയോസ്ക്ലീറോസിസിന് ഏറ്റവും നല്ല. പാരറ്റമൂർ, ഞാൻ പാരറ്റമൂർ ലോ പൊട്ടൻസിയാ കൊടുക്കാറ്. ബെരറ്റമ്യൂറിനുള്ള ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ലോ, അതായത് സിസ്റ്റോളിക്കും ഡയസ്റ്റോളിക്കും തമ്മിലുള്ള റേഷ്യോ ഒരുപാട് മാറ്റം ഉണ്ടാവും. ഡയസ്റ്റോളിക് കുറവും സിസ്റ്റോളിക് ഹൈയും ആയിരിക്കും. ക്ലോണൈൻ പൊട്ടൻസി ഏതായിരിക്കും? ക്ലോണൈൻ 30-200. ഈ ക്ലോണൈന്റെ കൂട്ടത്തില് ഈ പേഷ്യന്റിന് പാസിഫ്ലോറ ടിഞ്ചറും കൂടെ കൊടുത്തേ നല്ല ഇഫക്റ്റ് കിട്ടും. അത് അങ്ങനെ കൊടുക്കുമ്പോൾ ബെല്ലും പാസിഫ്ലോറയും കൂടി മിക്സ് ചെയ്ത് കൊടുക്കും, നല്ല ഇഫക്റ്റ് കിട്ടും. ബെല്ല് പൊട്ടൻസിയോ? അല്ല, ബെല്ല് ടിഞ്ചർ, പാസിഫ്ലോറ ടിഞ്ചർ. ഇതിലിപ്പം തന്നെ നമ്മൾ കൊടുക്കുന്ന പ്രായമായ ആളുകൾക്കാണ്. മാത്രമല്ല ഇത് ഒരു 1 വീക്കോ 2 വീക്സോ കൊടുത്തിട്ട് അതിന്റെ റിസൾട്ട് നോക്കിയിട്ട് ആളുടെ ഇത് നോക്കിയിട്ട് നമുക്ക് വെൽബീയിങ് ആണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വിഡ്രോ ചെയ്യാം. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ പറയണമെന്നാണ് നമ്മൾ അഭ്യർത്ഥിക്കുന്നത്. ശരി ഡോക്ടറെ. ഇപ്പൊ ഏതായാലും നമുക്കിനി 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ. 10 മിനിറ്റും കൂടി ഉണ്ട്, 10 മിനിറ്റും കൂടി ഉണ്ട് എന്ന് പറയാം. ഉള്ളൂ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ സമയം നഷ്ടപ്പെടുത്താതെ ഒന്ന് ആൻഡ്രോയിഡ് ചെയ്താലേ ചാറ്റ് ബോക്സിൽ ഒന്ന് ഇടുകയോ ചെയ്താൽ മതി. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി. ജെയിംസ് സാർ എന്തോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ജെയിംസ് സാറിന് കേൾക്കാമോ? കേൾക്കാം. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ഏതായാലും ഒരു വണ്ടർഫുൾ സെഷൻ ആയിരുന്നു. എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഒരു അനുഭവമുണ്ട്. ഈ ടെർമിനൽ സ്പൻസിയ കൊടുത്തിട്ട് പ്രായമുള്ള ഒരാളാണ്, 47 വയസ്സുള്ള ഒരാളാണ്, കൂലിപ്പണിക്കാരാണ്. അപ്പൊ അയാളുടെ പ്രശ്നം ഈ ചങ്ക് പടയ്ക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ചിലപ്പോൾ ചങ്ക് പടയ്ക്കുന്നു, ചിലപ്പോൾ അത് ഇങ്ങനെ സമ്മർസോൾട്ട് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നും. അത് കൈവച്ച് കഴിഞ്ഞാലും എനിക്ക് തോന്നും. ആദ്യം മോഡേൺ മെഡിസിൻ ആണ് അവർ സമീപിച്ചത്. ECG ഒക്കെ നോക്കി. ECGയിലെ വലിയ പ്രശ്നങ്ങളാണ്. കാരണം റെഗുലറായിട്ട് ഒരു ലീഡും ഇല്ല, എല്ലാം ഇറഗുലർ ലീഡ്സ് ആണ്. പക്ഷേ എക്കോ നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു കേസ്. ഈ ഹാർട്ടിന്റെ ഈ സമ്മർസോൾട്ട് വെച്ചുകൊണ്ട് ഞാൻ ടെറന്റിലാണ് കൊടുത്തത്, ടെൻഡ്ര 30. ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഈ പിടയ്ക്കൽ കുറഞ്ഞതായിട്ടാണ് പറഞ്ഞത്. പിന്നെ പൊട്ടൻസി കൂട്ടിയാണ് 200 ഫോർട്ട്നൈറ്റ്ലി അങ്ങനെയൊക്കെ കൊടുത്തത്. ഇപ്പൊ ഏതായാലും അയാളുടെ ഹാർട്ട് ശാന്തമാണ്. വെരി ഗുഡ്. അതേപോലെ ഈ പറഞ്ഞ അല്ല, അവിടെ ടാക്കിക്കാർഡിയ ഉണ്ടായിരുന്നോ? ഇല്ലില്ല, ഇറഗുലർ ആണ്. അല്ല, ഇത് ഫ്ലട്ടറിംഗ് ഓർ ഏട്രിയൽ ഫിബ്രിലേഷൻ ആണ് ഈ കണ്ടീഷൻ. അല്ല, ഫിബ്രിലേഷൻ അല്ല, ഫ്ലട്ടർ എന്ന് വേണേൽ പറയാം. ഫിബ്രിലേഷൻ മീൻസ് ഇറഗുലാരിറ്റി ഇൻ പൾസ് ആൻഡ് ഹാർട്ട് ബീറ്റ്. അപ്പം ഫിബ്രിലേഷൻ ഇല്ല, ഫ്ലട്ടർ ഉണ്ട്. അത് തന്നെ ഇറഗുലർ ആണ് പലപ്പോഴും. ബീറ്റിന്റെ സ്പാൻ ഇറഗുലർ ആയിരുന്നു. പക്ഷെ ഇയാളുടെ ആദ്യം ഇയാൾ പറയുന്നതാണ് ചിലപ്പോൾ പടയ്ക്കുന്ന പോലെ തോന്നും, ചിലപ്പോൾ തിരിയുന്ന പോലെ തോന്നും. ഏതായാലും ഇതിന്റെ ഈ ഓസിലേഷൻ വളരെ ഫോഴ്സ്ഫുൾ ആവുന്നു, അതാണ് എനിക്ക് തോന്നിയത്. ഇറഗുലർ എന്ന് പറഞ്ഞാൽ ഒക്കേഷണലി ഇപ്പൊ സൂപ്രാവെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. ഒക്കേഷണലി മാത്രം ഇടിക്കും. അത് 1 hour-ഓ അല്ലെ 30 minutes ഒക്കെ നിൽക്കും, അവസാനിക്കും. അങ്ങനത്തെ ഒരു കണ്ടീഷനാണ്. ഇരിക്കുന്ന പോലെ പാൽപിറ്റേഷനിൽ പറയുന്നത് ഇത് സമ്മർസോൾട്ട് ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്. അല്ല, ഇവിടെ റിസൾട്ട് കിട്ടിയല്ലോ, പിന്നെ ഇവിടെ പിന്നെ മറ്റ് വാദങ്ങൾക്കൊന്നും ന്യായമില്ല. പിന്നെ എനിക്ക് മറ്റൊന്ന് പറയാനുള്ളത്, ഇപ്പൊ പറഞ്ഞ ഈ കഞ്ചൻറ്റൽ ഹാർട്ട് ഡിസീസില് നമുക്ക് പ്രതീക്ഷയുള്ളത് ഇത് PDA, പിന്നെ ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ് ആൻഡ് വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ് അണ്ടിൽ ദർ ഈസ് നോ ഷണ്ട്. റൈറ്റ് ലെഫ്റ്റ് ഷണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ കേസ്
അല്ല, റൈറ്റ് ടു ലെഫ്റ്റ് ഷണ്ട് ഉണ്ടെങ്കിൽ പിന്നെ സർജറി മാത്രമേ പറ്റുള്ളൂ. ലെഫ്റ്റ് ടു റൈറ്റ് ഷണ്ട് ആണ് നോക്കിയിട്ടാണ് നമ്മളിത് എടുക്കുകയുള്ളൂ. ആ ലെഫ്റ്റ് ടു റൈറ്റ് ഷണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവണം. കാരണം ഓക്സിജനേറ്റഡ് ബ്ലഡ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡിലേക്ക് മിക്സ് ആവുന്നു. അതുകൊണ്ട് നമുക്ക് പ്രോബ്ലം ഇല്ല. പ്രോബ്ലം ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു 50 ml സർക്കുലേഷനിൽ കിട്ടുന്നത് 30 ml ഒക്കെ കിട്ടുകയുള്ളൂ സർക്കുലേഷനിൽ. അപ്പൊ അതിൻ്റെതായ ഒരു സ്കേഴ്സിറ്റി, അതിൻ്റെതായ. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളിൽ പലരും അണ്ടർ വെയിറ്റ് ആണ് ഇത്തരം കണ്ടീഷനിലുള്ളവർ. അത് കാരണം ഇത് തന്നെയാണ്, ഈ സർക്കുലേഷന്റെ ഡെഫിഷ്യൻസി തന്നെയാണ്. അല്ല, ഒരു കുട്ടി എന്നെ വിളിച്ച് ചോദിച്ചിരുന്നേ, അത് കേസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്രോളിയം ഫാലോട്ടാ. ഇത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ക്ഷാമത്തിൽ നമുക്ക് എന്ത് ചെയ്യാനാണ്? അതൊരു 4-5 സർജറി ചെയ്താലേ ഇറക്കി വെക്കാൻ പറ്റുള്ളൂ. അല്ല, ഒരു ഹോമിയോ ഡോക്ടർ തന്നെ വിളിച്ചു ചോദിച്ചത് ഇത് നമുക്ക് എടുക്കാൻ പറ്റുമോ. അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം. നമുക്ക് സ്കോപ്പുള്ള ഈ 2-3 കാര്യം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ അനോമലീസും നമുക്ക് അസാധ്യമായ കാര്യം, നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, ഈ ട്രാൻസ് ആർട്ടീരിയോസിസ്, ട്രാൻസ്പോസിഷൻ ഓഫ് ദി ഗ്രേറ്റ് വെസൽസ്, അതുപോലെ തന്നെ ഡെക്സ്ട്രോകാർഡിയ, പാർഷ്യൽ ഡെക്സ്ട്രോകാർഡിയ. അല്ലേ? അപ്പൊ ഇതെല്ലാം പലപ്പോഴും ഇത് എടുത്തു വെച്ചോണ്ട് ഇങ്ങനെ കൈകാര്യം ചെയ്യും പലരും. അന്ന് നമുക്കൊരു കൈ നോക്കാന്ന് പറഞ്ഞു. അതല്ല, എല്ലാ കേസും ഞാൻ ചെയ്യാന്ന് പറയുന്ന ഒരു സ്വഭാവം എനിക്കില്ല. നമുക്ക് പറ്റാവുന്നത് ചെയ്യുള്ളൂ. അത് റെഫർ ചെയ്തിട്ടും അതിനെ പറ്റി പഠിച്ചിട്ടും മാത്രമേ അതിൽ എൻ്റർ ചെയ്യാറുള്ളൂ. വേറെന്താണ്, അൻവർ ഡോക്ടർ ഇങ്ങനെ ഈ കേസ് എടുത്തല്ലോ. അത് അങ്ങനെയാണെങ്കിൽ ഒരു വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ് ആയിട്ട് വന്നൊരു കേസ് ഞാൻ എടുത്തേക്കാന്ന് പറഞ്ഞ് ചിലപ്പോൾ കൈകാര്യം ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്. വാൺ ചെയ്തത് അതാണ്. ഇതിലൊക്കെ സാറിന് റെഫർ ചെയ്ത് കൊടുക്കുകയാണ് എല്ലാരും ചെയ്യുന്നത്. അപ്പം അതാണ് ഡോക്ടേഴ്സ് അത് ചെയ്യുക. പിന്നെ ഒരു കോൺഫിഡൻസ് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ എന്നെയല്ലേ കൈകാര്യം ചെയ്യുള്ളൂ അല്ലേ? അതെ അതെ, അതന്നെയാണ് ഉദ്ദേശിച്ചത്. ഏതായാലും വണ്ടർഫുൾ സെക്ഷൻ ആയിരുന്നു. താങ്ക് യു. ഒരു ചോദ്യം കൂടെ വന്നിട്ടുണ്ട്. അത് മിട്രൽ റിഗർജിറ്റേഷൻ ലീക്കേജ് ഓഫ് വാൽവ്. മെഡിസിൻ ഉണ്ടല്ലോ. ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള എന്താണ് അറിയേണ്ടത്? മെഡിസിൻ ഉണ്ട്, ട്രീറ്റ് ചെയ്താൽ മാറ്റാവുന്നതാണ്. പിന്നെ ഏജ് ഓഫ് ദ പേഷ്യന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. അജിത്ത് ഡോക്ടർ, അജിത് ഡോക്ടർ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാവോ? ഞാൻ അഡ്മിറ്റ് ചെയ്ത് തരാം. അതിനോടകം അജിത്ത് ഡോക്ടർ. അജിത് പ്രദീപ് ഡോക്ടറാണോ? അജിത് പ്രദീപ് ഡോക്ടർ ഒന്ന് അഡ്മിറ്റ് ചെയ്ത് ചോദിച്ചോളൂ. കാണുന്നില്ല. അൺമ്യൂട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡോക്ടർ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ. എന്താണ് ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യനിലൂടെ? ഇങ്ങനെ മാത്രം എഴുതിയിരിക്കുന്നത് മിട്രൽ റീഗർജിറ്റേഷൻ ലീക്കേജ് ഓഫ് വാൽവ്. എന്നാൽ അതിന്റെ മെഡിസിൻ ട്രീറ്റ്മെന്റ് സൈഡ് ആയിരിക്കും ചോദിച്ചിരിക്കുന്നത്. ട്രീറ്റ്മെന്റ് ഉണ്ട്. വാൽവുലാർ ഡിസീസിന് പ്രധാനമായിട്ട് വരുന്ന ഒരു മെഡിസിനാണ് ഗാലാന്തസ്. പിന്നെ സ്വാഭാവികമായിട്ടും പൾമനറി ആർട്ടറി ഹൈപ്പർടെൻഷൻ ഉണ്ടാവും. ആ സമയത്ത് അഡോണിസ് ഉപയോഗിക്കാം. ഓറം ഗ്രൂപ്പ് ഉപയോഗിക്കാം. ഇതൊക്കെ ഇതിൽ വേറൊരു കാര്യമുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് അങ്ങനെ വരില്ല. ഒരു പേഷ്യന്റ് മുന്നിൽ വന്നിരുന്നാലേ നമുക്ക് കറക്റ്റായിട്ട് ആ മെഡിസിനിലേക്ക് എത്തും. അതാണ്. അപ്പം ഇനി എനിക്ക് ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിച്ചിട്ടെ സാറേ. എൻ്റെ അമ്മയുടെ കാര്യത്തിലാണ്. 86 ഇയേഴ്സ് ഉണ്ട്. കാർഡിയാക് ഫെയിലിയർ ഉള്ള ഒരു പേഷ്യന്റ് ആണ്. ഇപ്പം പൾസ് റേറ്റ് 43 ഉള്ളൂ. അതില് എന്തെങ്കിലും നമുക്ക് ചെയ്യാം? 43. വെറേട്രം ആൽബ് 30. പിന്നെ മറ്റൊരു മെഡിസിൻ TNT, ട്രൈനൈട്രോടൊളുവിൻ. അതിന്റെ റെപ്പിറ്റേഷൻ മാത്രമേ കിട്ടുകയെന്ന് തോന്നുന്നു കേട്ടോ. എന്തോ അവൈലബിൾ ആണ്.
ഏതാ? TNT. TNT അവൈലബിൾ ആണല്ലോ. അത് ഏത് പൊട്ടൻസിയാണ്? നമ്മുടെ കയ്യിലുണ്ട് 29 ആപ്കോയുടെ പൊട്ടൻസി 29 ആപ്കോ 29. അപ്പൊ ഇത് സെന്റ് ജോർജിലെ എല്ലാ മെഡിസിനും ഉണ്ട് ഞാൻ ഈ പറഞ്ഞ്. റെപ്പറ്റീഷൻ എങ്ങനെയാ സർ? TDS ആണ് കൊടുക്കാറ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് മതിയല്ലോ, ലെവറേറ്റർ അതോ രണ്ടും ഉണ്ടോ? ഞാൻ രണ്ടും കൂടി കൊടുക്കാറ്. കൂട്ടത്തിൽ തന്നെ അട്രോപ്പിനും വരുന്നുണ്ട്. ഏതെ ഇപ്പൊ സ്വന്തം കാര്യമായതുകൊണ്ട് ഒരെണ്ണം കൊടുത്തിട്ട് നമുക്ക് പിന്നെ നോക്കാം. പേഷ്യന്റ് ആകുമ്പോ നമുക്ക് ഒരു കാര്യമുണ്ടല്ലോ, 10 ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ അയാൾ തിരിച്ചു വരൂല. പലപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യം എന്താ അറിയോ, ഹോമിയോ ഡോക്ടർമാരെ ചികിത്സിച്ച ഫെയിലാവും. അതിന് കാരണം എന്താ വെച്ചാൽ പറയുന്ന രീതിയിൽ മരുന്ന് കൊടുക്കൂല. പറയുന്ന രീതിയിൽ മരുന്ന് കൊടുക്കാൻ പേടിയാണ്. പിന്നെ ഒരു 10 പേര് പേടിപ്പിക്കാനും ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ പലപ്പോഴും ഇപ്പൊ ഇവിടുത്തെ പല പ്രശസ്തരായ ഡോക്ടർമാരും പലരെയും ചികിത്സിച്ചിട്ട് ഉണ്ടായ അനുഭവമാണ്. അവര് നന്നായി ക്യാൻസർ കേസ് ട്രീറ്റ് ചെയ്യും. പക്ഷെ ഒരു ഹോമിയോ ഡോക്ടറെ റിലേറ്റീവിനെ ഹോമിയോ ഡോക്ടറെ ചികിത്സിച്ചാൽ അവര് രക്ഷപ്പെടില്ല. അതിന് കാരണം എന്താ വെച്ചാൽ ഒരു മരുന്ന് ഒന്നുകിൽ പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ കൊടുത്ത മരുന്ന് എന്താണെന്ന് അറിയണം, എന്നിട്ടേ കഴിക്കുകയുള്ളൂ. അപ്പൊ എന്നെ പലപ്പോഴും എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരുപാട് ഹോമിയോ ഡോക്ടർമാർ ചികിത്സയിലുണ്ട്. പക്ഷെ അവരിൽ ഭൂരിഭാഗം ആൾക്കാർക്കും ഞാൻ നേരിട്ട് മരുന്ന് അയച്ചു കൊടുക്കുകയുള്ളൂ. കാരണം എന്താ വെച്ചാൽ മരുന്ന് പറഞ്ഞാൽ അവർക്ക് അത് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അത്തരം ഒരു സിറ്റുവേഷൻ നമ്മുടെ ഇടയിലുണ്ട്. അതിന് കാരണം എന്താ വെച്ചാൽ പറഞ്ഞു തരുന്ന ആളെ വിശ്വാസമില്ല, മരുന്നിലും വിശ്വാസമില്ല. പിന്നെ കഴിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഗതികേട് കൊണ്ട് കഴിക്കുക. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഡോക്ടർ ഒട്ടും പേടിക്കണ്ട, രണ്ടും ഒരുമിച്ച് കൊടുത്താലും പ്രശ്നമില്ല. ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റ് ചെയ്തിട്ട്. ഇതിന്റെ കൂടെ തന്നെ അട്രോപ്പിനും ഇതിന് ഈ ബ്രാഡികാർഡിയയ്ക്ക് പറയുന്ന ഒരു മെഡിസിനാണ്. ഇനി നമ്മുടെ സമയം ആയി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇനി നമുക്ക് നന്ദി പറയുന്നതിന് ഖത്തറിൽ നിന്നും അബ്ദുൽ സലാം സാറിനെ ക്ഷണിക്കാം. അബ്ദുൽ സലാം സാറേ. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം സാർ. ഡോക്ടർ പ്രത്യേകം നന്ദി ആദ്യമേ രേഖപ്പെടുത്തുന്നു. ഒരുപാട് കുറച്ച് ദിവസം ചെറിയ ഗ്യാപ്പ് വന്നിട്ടുണ്ട്, ജോലി തിരക്ക് കാരണമായിരിക്കും. ഏതായാലും വളരെ നല്ല ക്ലാസ് ആയിരുന്നു. മാത്രമല്ല നമ്മുടെ പേഷ്യന്റിനെയും കൂടി ഇവിടെ കൊണ്ടുവന്ന് പറഞ്ഞത് പ്രത്യേകിച്ചും നമ്മൾ മുമ്പ് അങ്ങനെ ഓരോ ആഴ്ചയിലും അങ്ങനെ ദിവസം വെച്ചിരുന്നു. ഇനിയും അങ്ങനെ വെക്കണം എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. മുമ്പ് ഞായറാഴ്ച ശനിയാഴ്ച നമ്മൾ അതിനായിട്ടൊരു ദിവസം വെച്ചിരുന്നു. നമ്മുടെ കേസ് ടേക്കിങ്ങും അതുപോലെ തന്നെ പേഷ്യൻസിനെയും നിർത്തിക്കൊണ്ട് മാത്രം ഒരു ദിവസം വെച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ വെക്കണമെന്ന് സംശയമുണ്ട്. അല്ലെങ്കിൽ ഓരോ ഡോക്ടേഴ്സും ഇങ്ങനെ 1-2 ആളെ കൊണ്ടുവന്നാലും അത് വളരെ മറ്റുള്ളവർക്കും കൂടി ഒരു പ്രചോദനമായിരിക്കും. അത് നമ്മുടെ പ്രത്യേകിച്ച് ഇപ്പോൾ യൂട്യൂബൊക്കെ എന്ന് ഇറങ്ങുന്നതുകൊണ്ട് അവർക്ക് പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും അതുപോലെ തന്നെ ഡോക്ടേഴ്സും നമ്മുടെ ഹോമിയോപ്പതി സമൂഹത്തിനും അത് വളരെ ഉപകാരമായിരിക്കും. അത് നല്ല മാതൃകാപരമായ കാര്യമാണ് അൻസാർ ഡോക്ടർ ഇന്ന് ചെയ്തത്. ഏതായാലും അൻസാർ ഡോക്ടർക്കും ഇന്ന് ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക്സ്. ഇതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ പേഷ്യന്റിനെ കൊണ്ടുവരുന്ന എളുപ്പമുള്ള കാര്യമല്ല. കാരണം പലരും ഇടയ്ക്ക് വെച്ച് നമ്മളെ വിട്ടുപോകും, അവർക്ക് റിസൾട്ട് കിട്ടിയാലും വിട്ടുപോകും. അപ്പൊ അതുകൊണ്ട് ഇതുപോലെ മനസ്സിലാക്കിയിട്ട് നമ്മളോട് പ്രതികരിക്കുന്നവരെ മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. താങ്ക് യു. എന്തായാലും ജന്മനായുള്ള ഹൃദ്രോഗ ചികിത്സ ഹോമിയോപ്പതിയിലൂടെ എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുകയും 2 നല്ല കേസുകൾ പ്രസന്റ് ചെയ്യുകയും ചെയ്യും. അതുപോലെ പല സംശയങ്ങൾ ദൂരീകരിച്ച് തരികയും ചെയ്ത മുഹമ്മദ് അൻസാർ ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. വീണ്ടും അടുത്ത വിഷയമായിട്ട് സാർ വേഗം വരണം. അതുപോലെ തന്നെ ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അങ്ങനെ നമ്മുടെ 1564 പ്രതിദിന സൂം വെബിനാർ വിജയകരമായി അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.